നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഞാൻ റിജുരാമൻ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവ്വത്തിലെ ഉപാധ്യായമായിട്ടുള്ള കൈരാതപർവം അല്ലെങ്കിൽ കിരാതപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവസാനം പറഞ്ഞ വീഡിയോയിൽ അർജുനൻ ആയുധങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഇന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് ചെന്നു. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, ശിവനെ നീ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ നിനക്ക് ദിവ്യായുധങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ശിവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് വലിയൊരു ഘോരമായിട്ടുള്ളൊരു വനത്തിൽ ശിവനെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അർജുനൻ ഘോരമായിട്ടുള്ള തപസ് ആരംഭിച്ചു. അപ്പോൾ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭൂമിയിലെ താപം കൂടി. ആ താപം സഹിക്കാനാവാതെ താപസന്മാരെല്ലാവരും കൂടി ചെന്നിട്ട് ശിവഭഗവാന്റെ അടുത്ത് പറഞ്ഞു, അർജുനൻ തപസ് ചെയ്യുന്നുണ്ട്, ഇത് താപം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ അങ്ങ് പ്രത്യക്ഷപ്പെടണം, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ കഷ്ടത്തിലാകും എന്ന് പറഞ്ഞു. അങ്ങനെ താപസന്മാരുടെ വാക്ക് കേട്ടിട്ട് ശിവഭഗവാൻ പരിഹാരമുണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കാട്ടാളൻ്റെ കിരാതൻ്റെ വേഷം ധരിച്ച് വലിയ അസ്ത്രങ്ങളും അമ്പും വില്ലുമൊക്കെയായിട്ട് പത്നിയായിട്ടുള്ള പാർവതീദേവിയോടൊപ്പം പാർവതീദേവിയും കിരാത സ്ത്രീയുടെ വേഷം ധരിച്ചു. അങ്ങനെ സ്ത്രീജനങ്ങളുമൊക്കെയായിട്ട് നേരെ ഈ അർജുനൻ തപസ് ചെയ്യുന്ന വനത്തിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അർജുനനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് മൂകൻ എന്ന് പറയുന്ന ഒരു അസുരൻ വലിയൊരു പത്നിയുടെ രൂപം ധരിച്ചിട്ട് അർജുനനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഭഗവാൻ ശിവൻ കണ്ടത്, കിരാതമൂർത്തിയായിട്ടുള്ള ശിവൻ. അപ്പോൾ ഈ വരാഹത്തെ അർജുനനും കണ്ടു, മഹാദേവനും കണ്ടു. അപ്പം അർജുനൻ ആക്രമിക്കാൻ വന്ന വരാഹത്തിനെ കൊല്ലാൻ തീരുമാനിച്ചുകൊണ്ട് അസ്ത്രം തൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയ സമയത്ത് മഹാദേവൻ പറഞ്ഞു, നീ അതിനെ എയ്യരുത്, ഞാനാണ് അതിനെ ആദ്യം കണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ അത് കൂട്സാക്കാതെ, ആ വാക്കിന് യാതൊരു വിലയും കൊടുക്കാതെ അർജുനൻ നേരെ അസ്ത്രം എയ്യുകയാണ് ചെയ്തത്. ആ അസ്ത്രം ഇത് അതേ സമയത്ത് തന്നെ കിരാതമൂർത്തിയായിട്ടുള്ള മഹാദേവനും അസ്ത്രം ചെയ്തു. അങ്ങനെ രണ്ട് അസ്ത്രങ്ങളും ചെന്ന് ആ വലിയ പന്നിയുടെ ദേഹത്ത് നിന്ന് പതിച്ചു. ആ പന്നി അന്നേരം തന്നെ അവിടെ മരിച്ചു വീണ സമയത്ത് അത് സ്വന്തം രൂപത്തിലേക്ക് മാറി, വലിയൊരു രാക്ഷസൻ്റെ രൂപത്തിലേക്ക് മാറി. അപ്പോൾ ഇത് ചെന്ന് കൊണ്ട സമയത്ത് ആ പന്നി മേഘഗർജനം പോലെയുള്ള ഇടിമിന്നൽ വന്നിട്ട് പർവ്വതങ്ങളിൽ വന്ന് വീഴുമ്പോഴുണ്ടാകുന്ന ശബ്ദം പോലെയുള്ള ശബ്ദം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അങ്ങനെ ഭീകരമായിട്ടുള്ള ഒരു അലർച്ചയോട് കൂടിയിട്ട് ആ പന്നി ആ രാക്ഷസരൂപം ധരിച്ചിട്ട് അവിടെ ചത്തു വീണു. അപ്പം ഇത് കണ്ടിട്ട് അർജുനൻ ഈ കാട്ടാളനെ നോക്കി മന്ദഹാസത്തോടു കൂടിയിട്ട് ചോദിച്ചു, ഈ വനത്തിൽ സ്ത്രീകളോട് കൂടിയിട്ട് വന്നിട്ടുള്ള കാട്ടാള, നീ ആരാണ്? നിനക്ക് ഈ വനത്തെ പേടിയില്ലേ? നീ എന്തിനാണ് ഈ വനത്തിൽ വന്നിട്ടുള്ളത്? ഞാൻ ഉന്നം വെച്ച ആ പന്നിയെ നീ അസ്ത്രമെയ്തിയത് ഒട്ടും ശരിയായില്ല. അത് വളരെ അന്യായമായിട്ടുള്ളൊരു കാര്യമാണ് നീ ചെയ്തിരിക്കുന്നത്. അത് നായാട്ട് ധർമ്മത്തിന് ഒട്ടും ചേർന്നൊരു കാര്യമല്ല. നീ വലിയൊരു അഹങ്കാരവും നിന്ദാപ്രവൃത്തിയുമാണ് എന്നോട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അതുകൊണ്ട് നിന്നെ ഞാൻ വധിക്കാൻ പോവുകയാണെന്ന് അർജുനൻ ഈ കാട്ടാളനോട് പറഞ്ഞു. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഇത് കേട്ടിട്ട് കിരാതമൂർത്തിയായിട്ടുള്ള മഹാദേവൻ പറഞ്ഞു, ഹേ താപസ, നീ എന്തിനാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്? അർജുനനെ വിശേഷിപ്പിക്കുന്നത് കൃഷ്ണവർണ്ണത്തോടു കൂടി, അതായത് നല്ല കറുത്ത നിറത്തോടു കൂടിയിട്ടാണ്. കൃഷ്ണവർണ്ണത്തോടു കൂടി അവന് സുന്ദരനുമായിട്ടും അതോടൊപ്പം തന്നെ സുഖലോലുപതയിൽ കഴിയേണ്ടവനുമായിട്ടുള്ള നീ എന്തിനാണ് ഒറ്റയ്ക്ക് വന്ന് ഈ ഘോരമായിട്ടുള്ള താമസത്തിൽ ഈ വനത്തിൽ വന്ന് കഴിയുന്നത്? ഞങ്ങളെപ്പോലുള്ള കാട്ടാളന്മാർക്ക് കഴിയാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണിത്. ഇവിടെ ഞങ്ങൾക്ക് യാതൊരു പേടിയുമില്ല. ഞങ്ങളുടെ വാസസ്ഥലം ഇത് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളെ ഓർത്ത് നീ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. നീ എന്തിനാണ് ഈ കാട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നത്? സുഖലോലുപതയിൽ കഴിയേണ്ട നീ എന്തിനാണ് ഈ കാട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നതെന്ന് മഹാദേവൻ ഈ അർജുനൻ അതിന് മറുപടിയായിട്ട് പറഞ്ഞത്, ഗാന്ധീവവും ഒടുങ്ങാത്ത ശരങ്ങളും ഉള്ള ആവനാഴിയുമായിട്ട് ഞാൻ ഈ വനത്തിൽ നിർഭയം കഴിയുന്നു. എങ്ങനെയാണ് ഒരു പന്നിയുടെ വേഷം ധരിച്ച് വന്ന ഒരു രാക്ഷസനെ കൊന്നതെന്ന് നീ കണ്ടില്ലേ? എനിക്കാരെയും പേടിക്കേണ്ട ആവശ്യമില്ല, എനിക്കാരെയും ഭയമില്ല എന്ന് അർജുനൻ ഈ കാട്ടാളനോട് മറുപടി പറഞ്ഞു. അപ്പോൾ കിരാതം മറുപടി പറഞ്ഞു, അതിന് ഭഗവാന്റെ അസ്ത്രം കൊണ്ടിട്ടല്ലല്ലോ ആ പന്നി അല്ലെങ്കിൽ ആ രാക്ഷസൻ ചത്തത്, അത് എൻ്റെ അസ്ത്രം കൊണ്ടിട്ടല്ലേ. നീയാണ് മര്യാദകേട് കാണിച്ചത്. ഞാൻ ആദ്യം തന്നെ കണ്ടിട്ട് ഉന്നം വെച്ചിരിക്കുന്ന ആ പന്നിയെ നീയാണ്
മര്യാദയില്ലാതെ അസ്ത്രമെയ്തത്. അപ്പം നീയാണ് ഇവിടെ മര്യാദകേട് കാണിച്ചിരിക്കുന്നത്. അവനെ കൊന്നത് ഞാൻ തന്നെയാണ്. മൂഢനായിട്ടുള്ള നീ വലിയ അഹങ്കാരിയാണ്. നിന്നെ ഞാൻ വെറുതെ വിടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. നീ ശക്തനാണെങ്കിൽ എൻ്റെ നേരെ അസ്ത്രം പ്രയോഗിക്കുക, നിന്നെ ഞാൻ കൊല്ലും എന്ന് കിരാതനും തിരിച്ച് വെല്ലുവിളിക്കുകയാണ് ഉണ്ടായത്. വൈശമ്പായൻ പറഞ്ഞു. ഈ കാട്ടാളൻ ഇങ്ങനെ ധിക്കാരത്തോടു കൂടി പറയുന്നത് കേട്ടിട്ട് അർജുനൻ അധികവുമായിട്ടുള്ള കോപമുണ്ടായി. അർജുനൻ അസ്ത്രങ്ങളെടുത്തിട്ട് ശക്തമായിട്ട് ആ കിരാതമൂർത്തിയുടെ നേരെ എയ്യുവാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ആ ആദ്യം എയ്ത അസ്ത്രങ്ങളെയെല്ലാം ആ കിരാതൻ അസ്ത്രങ്ങൾ കൊണ്ട് മുറിച്ചിട്ടു. അപ്പോൾ പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് അർജുനൻ ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ ഈ കിരാതമൂർത്തിയുടെ നേരെ എയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ കിരാതമൂർത്തി അവിടെ ഒരു പർവ്വതം പോലെ നിന്നു. അപ്പം ഒരു പാറയിൽ തട്ടി എങ്ങനെയാണോ അസ്ത്രങ്ങൾ തെറിച്ചു പോകുന്നത്, അതുപോലെ കിരാതമൂർത്തിയുടെ ശരീരത്തിൽ ഈ അസ്ത്രങ്ങളൊക്കെ ഒന്നും ഫലിക്കാതെ തെറിച്ചു പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം ആ സമയത്ത് പൂർവാധിക ശക്തിയോട് കൂടിയിട്ട് അർജുനൻ വീണ്ടും അസ്ത്രങ്ങൾ എഴുതി. അപ്പോഴും ഒരു ഫലവും ഉണ്ടായില്ല. ഈ കിരാതനെ ഒന്ന് മുറിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ അർജുനന് സാധിച്ചേയില്ല. അപ്പോൾ അത്ഭുതത്തോടു കൂടിയിട്ട് അർജുനൻ പറഞ്ഞു, കൊള്ളാം, എല്ലാം നല്ലത് എന്ന് പറഞ്ഞു. അർജുനന് ഒരു സന്തോഷമൊക്കെ ആയി, വീരനാണല്ലോ എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടായി. അതിനുശേഷം അർജുനൻ ഇങ്ങനെ ആലോചിക്കാൻ വേണ്ടി തുടങ്ങി. എൻ്റെ അസ്ത്രങ്ങൾ ഇവനിൽ ഭരിക്കുന്നില്ലെങ്കിൽ ഇവനൊരു സാധാരണക്കാരനായിട്ടുള്ള ആളല്ലല്ലോ. ഇവൻ ഏതെങ്കിലും ദേവൻ യക്ഷനോ അല്ലെങ്കിൽ അസുരനോ വേഷം മാറിയത് വന്നതാവാനാണ് സാധ്യത. ഇവനൊരു കാട്ടാളക്കാരനാകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയില്ല. അല്ലെങ്കിൽ യക്ഷനോ രാക്ഷസനോ അസുരനോ ഒന്നും അല്ലെങ്കിൽ എൻ്റെ അസ്ത്രങ്ങൾ ഫലിക്കുന്നില്ലെങ്കിൽ ഇവൻ യഥാർത്ഥത്തിലുള്ള രുദ്രദേവനായിരിക്കും, മഹാദേവനായിരിക്കും, ശിവഭഗവാനായിരിക്കും. അങ്ങനെ ശിവഭഗവാൻ അല്ല എങ്കിൽ ഇവനെ ഞാൻ എന്തായാലും അസ്ത്രങ്ങൾ ചെയ്ത് കൊല്ലും എന്നുള്ള തീരുമാനം അങ്ങനെ അർജുനൻ ചിന്തിച്ചതിന് ശേഷം വീണ്ടും ശക്തിയോട് കൂടിയിട്ട് അസ്ത്രങ്ങൾ എടുത്തിട്ട് കിരാതന് നേരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ആ സമയത്ത് നീ വീണ്ടും അയക്കൂ എന്നും പറഞ്ഞുകൊണ്ട് നിസ്സാരമായിട്ട് ഈ അസ്ത്രങ്ങളെയൊക്കെ നിഷ്ഫലമാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇത് വലിയ പരിഹാസമായിട്ട് തോന്നി. അർജുനൻ പൂർവാധികം കോപത്തോട് കൂടിയിട്ട് അസ്ത്രങ്ങൾ അയക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പക്ഷേ ഇതെല്ലാം കിരാതന്റെ ദേഹത്ത് തട്ടി ചിതറിപ്പൊക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അർജുനന്റെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചു. അർജുനന്റെ ആവനാഴിയിലെ അസ്ത്രങ്ങളൊക്കെ തീർന്നതായിട്ട് അർജുനൻ കണ്ടു. ആ സമയത്ത് അർജുനന് അതിഭയങ്കരമായിട്ടുള്ള ഭയമുണ്ടായി. അങ്ങനെ അസ്ത്രങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അർജുനൻ വില്ലുമായിട്ട് ഈ ഗാന്ധിയവുമായിട്ട് കിരാതനെ നേരിടാൻ വേണ്ടിയിട്ടിരുന്നു. കിരാതനെ അതുകൊണ്ട് അടിച്ച സമയത്ത് ആ കാട്ടാളൻ, അത് മഹാദേവൻ വേഷം മാറി വന്ന ആളാണ്, അദ്ദേഹം അത് വളരെ നിസാരമായിട്ട് പിടിച്ചിങ്ങ് വാങ്ങിച്ചെടുത്ത സമയത്ത് അർജുനൻ വളരെ കോപത്തോടു കൂടിയിട്ട് തൻ്റെ ശക്തമായിട്ടുള്ള വാളെടുത്തിട്ട് ആ വാളുകൊണ്ട് പർവ്വതത്തെ പോലും പിളർക്കാൻ വേണ്ടിയിട്ട് ശക്തിയുള്ള വാളാണ്, വളരെ ശക്തിയോട് കൂടിയിട്ട് കൊന്നുകളയണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ആ കിരാതന്റെ തലയിലേക്ക് ആഞ്ഞു വെട്ടി. പക്ഷേ കിരാതന്റെ തലയിൽ ചെന്ന് മുട്ടിയ സമയത്ത് ആ വാള് ചിതറിത്തെറിച്ച് പോവുകയാണ് ഉണ്ടായത്. പിന്നീട് വൃക്ഷങ്ങളും അതോടൊപ്പം തന്നെ വലിയ കല്ലുകളും ഒക്കെ പറിച്ച് അതുകൊണ്ടൊക്കെ എറിയാനും അടിക്കാനും വേണ്ടിയിട്ട് തുടങ്ങി. പക്ഷെ അതൊക്കെ ഈ കാട്ടാളനിലെ ചെറിയൊരു ആഘാതം പോലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. പിന്നീട് അർജുനൻ തൻ്റെ ശക്തമായിട്ടുള്ള മുഷ്ടി, വജ്രതുല്യമായിട്ടുള്ള മുഷ്ടി ഉപയോഗിച്ചിട്ട് കാട്ടാളനെ മർദ്ദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ കുറച്ച് മർദ്ദനം ഏറ്റുകഴിഞ്ഞപ്പോൾ കിരാതൻ തിരിച്ചും മർദ്ദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇവർ തമ്മിലുള്ള യുദ്ധം കൊണ്ട് ഇവരുടെ ശരീരങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന സമയത്ത് അവിടെ തീയും പുകയും ഒക്കെ ഉണ്ടായെന്നാണ്. അവസാനം കിരാതൻ തിരിച്ചും മർദ്ദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ മർദ്ദനം ഏറ്റേക്കാൻ തുടങ്ങിയപ്പോൾ അർജുനൻ ക്ഷീണിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് കിരാതൻ അർജുനനെ പിടിച്ച് ഞെരിച്ച് ബോധം കെടുത്തി. അപ്പം ഇവർ തമ്മിലുള്ള മുഷ്ടിയുദ്ധം ഒരു മുഹൂർത്ത സമയം നീണ്ടു നിന്നെന്നാണ് പറയപ്പെടുന്നത്. അർജുനൻ ബോധം കെട്ട് ഒരു മുഹൂർത്ത സമയം കിടന്നു. അത് കഴിഞ്ഞ് കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ അപമാനഭാരത്താൽ ദുഃഖം കൊണ്ട് ശിവഭഗവാനെ മനസ്സിൽ സ്മരിച്ചു. അതിനുശേഷം മണ്ണുകൊണ്ട് ശിവൻ്റെ ഒരു പ്രതിമയുണ്ടാക്കി അതിലെ പുഷ്പങ്ങൾ അർച്ചിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോഴാണ് ഒരു അത്ഭുതം അർജുനൻ കണ്ടത്. ആ വിഗ്രഹത്തിൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുഷ്പങ്ങളൊക്കെ ആ കാട്ടാളൻ്റെ തലയിൽ വീഴുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞപ്പോഴേ ഈ കിരാതമൂർത്തിയായിട്ട് തൻ്റെ മുന്നിൽ വന്നത് മഹാദേവനാണെന്നുള്ള സത്യം അർജുനന് മനസ്സിലായി. അർജുനൻ അത്ഭുതത്തോടു കൂടിയിട്ട് ആ കിരാതനെ നോക്കി. അതീവ സന്തോഷത്തോടു കൂടിയിട്ട് ആ കിരാതമൂർത്തിയുടെ പാദങ്ങളിൽ അർജുനൻ നമസ്കരിച്ചു. ഇത് കണ്ടിട്ട് കിരാതമൂർത്തിയായിട്ടുള്ള ശിവഭഗവാനും സന്തോഷമായി. അദ്ദേഹം മേഘഗർജനം പോലെയുള്ള ശബ്ദത്തിൽ അർജുനനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എടോ ഫൽഗുന, തൻ്റെ ഈ ധീരപ്രവൃത്തിയിൽ ഞാൻ വളരെയധികം സംപ്രീതനായിരിക്കുന്നു. തേജസ് കൊണ്ടും വീര്യം കൊണ്ടും നീ എനിക്ക് തുല്യനാണ്. നിൻ്റെ ഈ ധീരപ്രവൃത്തിയിൽ, നിൻ്റെ ശൗര്യത്തിൽ ഞാൻ വളരെയധികം സംപ്രീതനായിരിക്കുന്നു. മഹാഋഷിയായിട്ടുള്ള നരനാണ് നീ. എന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള ദിവ്യദൃഷ്ടി ഞാനിപ്പോൾ നിനക്ക് തരും. യുദ്ധത്തിൽ നീ സർവ്വശത്രുക്കളെയും നീ ജയിക്കും. ദേവന്മാരെ കൂടി പോലും ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തി നിനക്കുണ്ട്. ഞാൻ നിന്നിൽ പ്രീതനായതിനാൽ ആർക്കും തടുക്കാനാവാത്ത ഒരു അസ്ത്രം ഞാൻ നിനക്ക് നൽകും. ഭഗവാൻ കൊടുത്ത ദിവ്യദൃഷ്ടി കൊണ്ട് കൈലാസധാരിയായിട്ടുള്ള ഉമാദേവിയോടൊപ്പം ഇരിക്കുന്ന ശൂലാധാരിയായിട്ടുള്ള
മഹാ തേജസ്സോട് കൂടിയിട്ടുള്ള ശിവഭഗവാന്റെ യഥാർത്ഥത്തിലുള്ള രൂപം അർജുനൻ കണ്ടു. അത് കണ്ടപ്പോൾ മുട്ടുകുത്തി നിന്നിട്ട് തല കൊണ്ടുവന്ന് തറയിൽ മുട്ടിച്ചിട്ട് ശിവഭഗവാന്റെ പാദങ്ങളിലേക്ക് അർജുനൻ നമസ്കരിച്ചു. ഗംഭീരമായിട്ടുള്ള ഒരു ശിവസ്തോത്രമാണ് നടത്തിയത്. ആ ശിവസ്തോത്രം വളരെ വിശദമായിട്ടുള്ള രീതിയിൽ തന്നെ സംസ്കൃതത്തിലുള്ള ശ്ലോകങ്ങൾ മലയാളത്തിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അത് കുറേ സമയമുണ്ട്. അതുകൊണ്ട് ആ ഗംഭീരമായിട്ടുള്ള സ്തോത്രത്തിൽ ശിവഭഗവാൻ വളരെയധികം സംപ്രീതനായി. ആ സ്തോത്രങ്ങളെല്ലാം ചൊല്ലി ഭഗവാനെ പ്രീതിപ്പെടുത്തിയതിന് ശേഷം അർജുനൻ പ്രാർത്ഥിച്ചു, ഭഗവാനെ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അറിവില്ലായ്മ കൊണ്ടുണ്ടായിട്ടുള്ള അപരാധങ്ങളും അതിക്രമങ്ങളും അങ്ങ് എന്നോട് ക്ഷമിച്ചു തരണേ. അങ്ങയുടെ ദർശനത്തിന് ആഗ്രഹിച്ചാണ് ഈ കൊടും വനത്തിൽ വന്നിട്ട് ഞാൻ തപസ് ആരംഭിച്ചത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശിവഭഗവാൻ വളരെയധികം സംപ്രീതനായി. അർജുനൻ്റെ കരങ്ങൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വളരെ കരുണയോട് കൂടിയിട്ട് അർജുനനെ ആശ്വസിപ്പിച്ചുകൊണ്ട് മഹാദേവൻ പറഞ്ഞു, ഞാൻ ഇന്നിൽ ക്ഷമിച്ചിരിക്കുന്നു. നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. നമ്മൾ ഈ കിരാതപർവ്വത്തിലെ തന്നെ ശിവപ്രസ്ഥാനം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം മഹാദേവൻ ശിവനോട് പറയുകയാണ്, പൂർവ്വജന്മത്തിൽ നീ മഹാഋഷിയായിട്ടുള്ള നാരായണൻ്റെ സുഹൃത്തായിട്ടുള്ള മഹാഋഷിയായിട്ടുള്ള നരനായിരുന്നു. നീ അനേകം സംവത്സരം ബദര്യാശ്രമത്തിൽ തപസ് ചെയ്തിട്ടുണ്ട്. പുരുഷ ശ്രേഷ്ഠന്മാരായിട്ടുള്ള നീയും നാരായണനുമാണ് ഈ ലോകത്തെ മുഴുവനും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ദ്രാഭിഷേക സമയത്ത് ധനുസേന്തി നീയും കൃഷ്ണനും ചേർന്നിട്ടാണ് അസുരന്മാരെയെല്ലാം നിഗ്രഹിച്ച് ഇന്ദ്രനെ സംരക്ഷിച്ചത്. ഈ ഗാന്ധീവം അന്ന് നിനക്ക് കിട്ടിയ വില്ലാണ്. അതിനുശേഷം വീണ്ടും അഗ്നിഭഗവാൻ നിനക്ക് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. പൂർവ്വജന്മത്തിൽ തന്നെ നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വില്ലാണ്. നീ ഞാനുമായിട്ട് പോരാടിക്കൊണ്ടിരുന്ന സമയത്ത് മായ കൊണ്ട് ആ ഗാന്ധീവവും ഒടുങ്ങാത്ത ആവനാഴി ഞാൻ മാറ്റുകയാണ് ചെയ്തത്. ശരിയായിട്ടുള്ള ഗാന്ധീവവും ഒടുങ്ങാത്ത ആവനാഴിയും ഞാൻ നിനക്ക് ഇപ്പോൾ തന്നെ തിരിച്ചു തരികയാണ്. നിനക്ക് ഈ ഘോരമായിട്ടുള്ള തപസ്സിനാലും എന്നോടുള്ള ഈ ഒരു യുദ്ധത്തിനാലും ഉണ്ടായ ക്ഷീണമെല്ലാം മാറി നീ അതീവ ശക്തനായിട്ട് മാറും. ഞാൻ നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. നീ എന്നിൽ നിന്നും എന്തു വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ. ഇങ്ങനെ ശിവഭഗവാൻ അർജുനനെ അനുഗ്രഹിച്ചു. ഇത് കേട്ടിട്ട് അർജുനൻ വരം ചോദിക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം ഇത് 98ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും ഈ അവസരത്തിലുള്ള വലിയൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. മഹാഭാരതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള രൂപം അത് വളരെ ബൃഹത്താണ്. ബൃഹത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കൊണ്ട് ഇതെങ്ങനെ സാധിക്കുമെന്ന് അത്ഭുതമുണ്ടാകുന്ന രീതിയിലുള്ള ഒരു കഥന രീതിയാണ് അതിലൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കഥ അത് യഥാർത്ഥ രൂപത്തിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ, പൂർണ്ണമായിട്ടും കേൾക്കുന്നവരൊക്കെ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കണമെന്നും കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു തരണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.